Next topic we are going to discuss is the temperature scales. The measure of hotness or coldness of an object is relative to another object is called temperature. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ചൂട് തണുപ്പൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ടെമ്പറേച്ചർ എന്നുള്ളൊരു ടേം അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. സാധാരണ കേസിൽ ഫ്രീക്വന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ടെമ്പറേച്ചർ സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലുമാണ് നമ്മൾ പറയുക. അതുകൂടാതെ ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു സ്കെയിലും കൂടിയുണ്ട്. കെൽവിൻ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. അതായത് നമ്മൾ ലെങ്ത് ഒക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെന്റിമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ മൈൽ, ഇത്ര മൈൽ ദൂരം, ഡിസ്റ്റൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വെയിറ്റ് പറയുമ്പോൾ നമ്മൾ ഇത്ര കിലോഗ്രാം, അതുപോലെ തന്നെ ഇത്ര പൗണ്ട് എന്നും പറയാറുണ്ട് അല്ലേ. എന്ന് പറയുന്ന പോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിഫറെന്റ് സ്കെയിൽസ് ആണ് സെൽഷ്യസ് സ്കെയില്, കെൽവിൻ സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയിലൊക്കെ. Kelvin and Celsius scales are the most frequently used temperature assessing scale in the temperature assessing scales and thermometer for measuring temperature. The interval of 1 degree on the Kelvin scale is similar to the interval of 1 degree on the Celsius scale. അതിന് റീഡിങ്ങിന് മാത്രമേ ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. സെൽഷ്യസ് സ്കെയിലിലെ 1 ഡിഗ്രി എന്ന് പറഞ്ഞും ഇതിനകത്തെ 1 ഡിഗ്രി എന്ന് പറഞ്ഞും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഉള്ളത്. പക്ഷെ ആ വാല്യൂസിന് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ചേഞ്ച് ഉള്ളത്. In other words, a change of 1 Kelvin is equal to the change of 1 degree Celsius. അതായത് ഇപ്പം 250 കെൽവിൻ സ്കെയിലിൽ നമ്മൾ 250 എന്നുള്ളത് 251 കെൽവിൻ ആവുന്ന അതേ ചേഞ്ച് തന്നെയാണ് ഇതിനകത്ത് 100 ഡിഗ്രി എന്നുള്ളത് 101 ഡിഗ്രിയിലോട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി എന്ന് പറയുന്നത്, ആ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ദ സെൽഷ്യസ് ടെമ്പറേച്ചർ ഈസ് എ കോമൺ സിസ്റ്റം ആൻഡ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് SI യൂണിറ്റിന്റെ പേര്. അപ്പൊ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ ആണ്. SI യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്ന മീറ്റർ ആണ്. SI യൂണിറ്റ് ഓഫ് മാസ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്ന കിലോഗ്രാം എന്ന് പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ ആണ്. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഡിഫറെന്റ് സ്കെയിൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഫാരൻഹീറ്റ് സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. ഒന്ന് നോക്കിയേ, താഴെ അറ്റം തൊട്ട് നോക്കി, ഇതൊരു തെർമോമീറ്ററിൽ റീഡിംഗ് ആ കാണിക്കുക. അതായത് സെൽഷ്യസ് സ്കെയിലാണ് നമുക്ക് കോമൺലി അറിയാവുന്നത് അല്ലേ. നമ്മൾ സാധാരണ ലാബിലും സെൽഷ്യസ് സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്, ലാബിൽ തെർമോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. അതേസമയം നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോമീറ്റർ എന്ന് പറഞ്ഞ ഇച്ചിരി ലെങ്തിയാണ്. അതേസമയം ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ പനിയൊക്കെ വരുമ്പം ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്മോളർ വൺ ആണ്. അതിനെ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്നാണ് അറിയപ്പെടുക. അപ്പം ആ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് തന്നെയാണ് ഈ സെൽഷ്യസ് സ്കെയിൽ. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ശരിക്കും ഫാരൻഹീറ്റ് സ്കെയില്. പക്ഷേ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലുകളാണ്. അതേസമയം നമ്മൾ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിന് വളരെ ലോവർ ടെമ്പറേച്ചറിലൊക്കെ ഉള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ സ്കെയിൽ ഈസ് കെൽവിൻ സ്കെയിൽ. അപ്പൊ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്തുള്ളത്? ഫാരൻഹീറ്റ് സ്കെയിൽ എന്നാണ്. നമ്മൾ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിനകത്ത് ഫാരൻഹീറ്റ് ആണ്, ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണയാണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എടുക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് ഡിഗ്രിയിലുള്ള ടെമ്പറേച്ചർ ആണ്. അതേസമയം നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ ടെമ്പറേച്ചർ, വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ഒക്കെ നോക്കുന്നത് നമ്മൾ സെൽഷ്യസ് സ്കെയിലാണ്. പിന്നെ ലോ ടെമ്പറേച്ചറിലൊക്കെ ഉള്ള കാര്യങ്ങൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കെൽവിൻ സ്കെയിലുകൾ യൂസ് ചെയ്യുക. അപ്പൊ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ 0 ഡിഗ്രി തൊട്ട് പറയാം. സെൽഷ്യസ് സ്കെയിലിലെ 0 ഡിഗ്രി എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ എത്ര വാല്യൂവിന് തുല്യമാണ്? 273.15 കെൽവിന് തുല്യമാണ്. അതേസമയം അത് ഫാരൻഹീറ്റ് സ്കെയിലിലാവുമ്പോൾ എത്ര ഡിഗ്രിക്കാണ് ഈക്വൽ ആവുന്നത്? 32 ഡിഗ്രിക്കാണ് ഈക്വൽ ആവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. 0 ഡിഗ്രിയും 100 ഡിഗ്രിയും എത്ര ആണെന്ന് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സെൽഷ്യസ് സ്കെയിലിലെ 0 ഡിഗ്രി എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ 273.15 കെൽവിൻ ആണ്. അത് ഫാരൻഹീറ്റിലാവുമ്പോൾ അതെന്ന് പറയുന്നത് എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. നോക്കിയേ, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു
വാട്ടർ ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് ഐസ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചർ ആണ് 0°C. അത് കെൽവിൻ സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏത് റീഡിംഗേ കാണിക്കൂ? 273.15 കെൽവിൻ എന്നുള്ള റീഡിംഗ് കാണിക്കും. അതേസമയം ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ എത്ര റീഡിംഗ് കാണിക്കും? 32°F എന്ന് പറയും. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കത് അവര് ടെമ്പറേച്ചർ ഒക്കെ നോക്കുമ്പോൾ 104° അല്ലെങ്കിൽ പനിയൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്, 100 കൂടുതൽ ഡിഗ്രി ഒക്കെ കാണും. അത് ഒരിക്കലും സെൽഷ്യസ് സ്കെയിലല്ല പറയുക. കാരണം 100°C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് 100°C. അത്രയും ചൂട് നമ്മുടെ ശരീരത്ത് കാണാറുണ്ടോ? ഇല്ല. വെള്ളം തിളയ്ക്കുന്ന അതേ ടെമ്പറേച്ചർ 100°C നമ്മുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ കമ്പയർ ചെയ്യരുത്. ആ 100°C എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് സ്കെയിലിൽ വരുമ്പോൾ എത്രന് തുല്യമാണ്? 212°F തുല്യമാണ്. അതേ ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിലാവുമ്പോൾ ഏതിന് തുല്യമാണ്? 373.15 കെൽവിന് തുല്യമാണ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 0°യും 100°യുമായിട്ട് കമ്പയർ ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. സെൽഷ്യസ് സ്കെയിലിലെ 0°, കെൽവിൻ സ്കെയിലിലെ 273.15 കെൽവിനും ഫ്രീസിംഗ് പോയിന്റ് ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് എത്ര ഈക്വൽ ആയിരിക്കും? 32°F. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ നമുക്കറിയാം എത്ര? 100°C ആണ് വാട്ടർ എന്ന് പറയുന്നത്. അത് ഫാരൻഹീറ്റിൽ 212°F ആണ്. കെൽവിനിൽ വരുമ്പോൾ 373.15 കെൽവിൻ. അത് കൂടാതെ ഇവിടെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്, അബ്സല്യൂട്ട് 0 എന്നറിയപ്പെടുന്ന ടെമ്പറേച്ചർ ആണ് താഴെയായിട്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കുക, വരയ്ക്കണം എന്നില്ല, എഴുതിയെടുത്താലും മതി. അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഏതാണ്? 0 കെൽവിൻ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ -273 ഡിഗ്രി ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുക? അബ്സല്യൂട്ട് 0 എന്ന് അറിയപ്പെടുക. മൂൺ എന്ന് പറയുന്നത് അത് ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലിലാവുമ്പോൾ -173 ആണ്. കെൽവിനിലാവുമ്പോൾ അത് 100 കെൽവിൻ ആണ്. അത് ഡിഫറൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വിൽ യു കൺവേർട്ട് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. നിങ്ങൾ ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ് എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് അറിയുക. നമുക്കിപ്പോൾ സെൽഷ്യസ് സ്കെയിലിലെ എങ്ങനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിലുള്ള ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാമോ? 37°C ആണ്. അത് ഫാരൻഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ എത്ര ആകും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്ററിനകത്ത് ചിലപ്പോൾ നേഴ്സുമാരൊക്കെ നോക്കിയിട്ട് പറയും ഇത്ര ഡിഗ്രി ചൂടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും സെൽഷ്യസിലല്ല, ഫാരൻഹീറ്റിലാണെന്ന് ഓർക്കുക. നമ്മുടെ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ ഇൻ °C എത്രയാണ്? 37° ആണ്. അത് ഫാരൻഹീറ്റിലോട്ട് വരുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1.8 into C. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ആണ് നമ്മുടെ ശരീരത്തിന്റെ, അല്ലെങ്കിൽ ഏതാണോ സെൽഷ്യസ് സ്കെയിലുള്ള ടെമ്പറേച്ചർ അത്, +32. അപ്പോൾ 1.8 into 37 plus 32 എത്ര നോക്കിക്കേ? ഫൈനൽ ആൻസർ 98.6 ആണ്. അപ്പോൾ നമ്മുടെ ബോഡി നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ എത്രയാ കാണിക്കുക? 98.6 എന്ന് വന്നാലും അത് നോർമൽ ടെമ്പറേച്ചർ ആണെന്ന് ഓർക്കുക. അതിലും കൂടി 100 102 ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ബോഡി ടെമ്പറേച്ചർ ഉള്ളതായിട്ട് വരിക. അതൊരിക്കലും സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ അല്ല. നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഈസ് യൂഷ്വലി മെഷേർഡ് ബൈ എ തെർമോമീറ്റർ പ്ലേസ്ഡ് ഇൻ ദ മൗത്ത്, ദ റെക്ടം ഓർ ദ ഓഡിറ്ററി കനാൽ. ദ നോർമൽ ഓറൽ ടെമ്പറേച്ചർ ഈസ് 37°C അല്ലെങ്കിൽ 98.6°F ആണ്. റെക്ടലി ആണെങ്കിലോ ഇറ്റ് ഈസ് 37.3°C. ദ ടിംപാനിക് മെംബ്രെയിൻ ടെമ്പറേച്ചർ ഈസ് ദ ഡയറക്റ്റ്. ടിംപാനിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എവിടെ വെച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യുന്ന നാക്കിനടിയിൽ വെക്കാറുണ്ട്, കൈയുടെ ഇടയിൽ വെക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ടെമ്പറേച്ചർ ഒരു സ്ലൈറ്റ് വേരിയേഷൻ വരാറുണ്ട്. അതാണ് ടിംപാനിക് മെമ്പറൈൻ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നോർമലി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതിന് മുമ്പ് സബ്ലിമേഷനിലോട്ട് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി,
സെൽഷ്യസ് ആൻഡ് കെൽവിൻ കൺവേർഷൻസ് പറയാൻ വിട്ടുപോയി, അതുകൂടെ പറയാം. സബ്ലിമേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേ പഠിക്കാൻ പറ്റും, ഇത്രയും ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് സെൽഷ്യസ് ആൻഡ് കെൽവിൻ കൺവേർഷൻസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തു നോക്കണം. അതായത് കെൽവിൻ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ സെൽഷ്യസ് സ്കെയിലിലോട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. നോക്കിക്കേ, കെൽവിൻ ഈസ് ഈക്വൽ ടു സെൽഷ്യസ് പ്ലസ് 273. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുവാണ്, കൺവേർട്ട് 33 ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഷ്യസ് സ്കെയിലിലെ കെൽവിൻ സ്കെയിലിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 273 ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനെ, സെൽഷ്യസ് സ്കെയിലുള്ള ടെമ്പറേച്ചറിനെ 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി കെൽവിനിലോട്ടാവും. ഇനി തിരിച്ച് കെൽവിൻ ആണ് തന്നിരിക്കുന്നത്, അതിനെ സെൽഷ്യസ് സ്കെയിലിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 273 എന്നുള്ള വാല്യൂ മൈനസ് ചെയ്യുക. അതായത് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ 273 ആഡ് ചെയ്യുക. ഇനി ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാൻ 273 ആഡ് ചെയ്യുക. കെൽവിനിലെ ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? 273 മൈനസ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഇവിടെ രണ്ട് പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഒന്ന് 306 കെൽവിൻ എന്നും ഒന്ന് -71 ഡിഗ്രി സെൽഷ്യസ് എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടെമ്പറേച്ചർ ഞാൻ തന്നിട്ടുണ്ട്, അത് ബുക്കിനകത്തോട്ട് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കൺവേർട്ട് ദീസ് ടെമ്പറേച്ചേഴ്സ് ടു കെൽവിൻ. 23 ഡിഗ്രി ആണെങ്കിൽ 23 പ്ലസ് 273, 100 ഡിഗ്രി ആണെങ്കിൽ 100 പ്ലസ് 273, മൈനസ് 173 ആണെങ്കിൽ മൈനസ് 173 പ്ലസ് 273. അപ്പം ആൻസർ കിട്ടുന്ന അറിയാമല്ലോ, മൈനസ് ചെയ്ത് കിട്ടുക. ഇനി കൺവേർട്ട് ദീസ് ടെമ്പറേച്ചർ ഇൻറ്റു സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 0 കെൽവിനെ സെൽഷ്യസിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? കെൽവിൻ ആണെങ്കിൽ -273 ചെയ്യുക. 0 - 273 എന്ന് പറയുമ്പോൾ -273. അവിടെ നമ്മൾ എപ്പോൾ എന്ത് എഴുതണം? ആൻസർ എഴുതുമ്പോൾ ഡിഗ്രി സെൽഷ്യസ്. മേളിലെ രണ്ട് എക്സാമ്പിൾ നോക്കിക്കേ, ആൻസറിന്റെ കൂടെ കെൽവിൻ കൊടുത്തു, ഇവിടെ ആൻസറിന്റെ കൂടെ സെൽഷ്യസ് എന്ന് കൊടുത്തു. അപ്പൊ എന്തിലോട്ടാണോ മാറ്റേണ്ടത് അത് വാല്യൂ മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ യൂണിറ്റും എഴുതണം. ഇപ്പൊ 123 കെൽവിനിലെ സെൽഷ്യസിലോട്ട് മാറ്റുമ്പോൾ -273 ചെയ്യുക, കിട്ടുന്ന ആൻസറിന്റെ കൂടെ എന്തും കൂടെ കൊടുക്കുക? ഡിഗ്രി സെൽഷ്യസ്. രണ്ട് ഈ രീതിയിൽ എഴുതുക. 300 കെൽവിൻ ആണെങ്കിൽ 300 കെൽവിൻ -273. അപ്പോൾ ഇന്ന് ഇത്രേ ക്ലാസ് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ച? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ പറ്റി പഠിച്ചു, ഡിഫറെന്റ് പ്രോസസ് ചേഞ്ചസിനെ പറ്റി പഠിച്ചു. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ സ്കെയിലിന്റെ കാര്യം പറഞ്ഞു, ഈ പറഞ്ഞ പ്രോബ്ലം ചെയ്യുക. ഫാരൻഹീറ്റ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഈ ഇത് വേണമെങ്കിൽ എഴുതിയെടുത്താൽ മതി, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കൺവേർഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്. ലിക്വിഡ് ഗ്യാസ് ആകുന്ന എന്താണ്? ഇവാപ്രേഷൻ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്നുള്ളത് കൊണ്ട്. ബോയിലിംഗ് ആണെങ്കിൽ വേപ്പറൈസേഷൻ, നോൺ ബോയിലിംഗ് ആണെങ്കിൽ ഇവാപ്രേഷൻ എന്ന് പറഞ്ഞു. അത് തിരിച്ചാണെങ്കിൽ അതിനെ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഗ്യാസ് ഡയറക്ട്ലി സോളിഡ് ആകുന്നത് സബ്ലിമേഷൻ, ഗ്യാസ് ഡയറക്ട്ലി സോളിഡ് ആകുന്ന ഡിപ്പോസിഷൻ, സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആകുന്ന ആരോ നോക്കിയാൽ മനസ്സിലാവും. സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആകുന്ന സബ്ലിമേഷൻ, ഗ്യാസ് തിരിച്ച് സോളിഡ് ആകുന്ന ഡെപ്പോസിഷൻ. ഇനി ഫ്രീസിങ്, മെൽറ്റിംഗ് ഒക്കെ പറഞ്ഞു. മെൽറ്റിങ്ങിന് വേറൊരു പേരെന്താ യൂസ് ചെയ്യുന്നത്? ഫ്യൂഷൻ പറഞ്ഞു. ഫ്രീസിങ്ങിന്റെ വേറൊരു പേര് സോളിഡിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. 3 കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഹോംവർക്ക് തന്നെ. ടെമ്പറേച്ചർ സ്കെയിൽ ചേഞ്ച് ചെയ്യാൻ ഇവിടെ എ എന്താ, ബി എന്താ, സി, എ ബി സി ഡി ഇ എഫ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അത് നിങ്ങളുടെ എക്സർസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ആ എ എന്താ, ബി എന്താ, സി എന്താ എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ താഴെ എഴുതണം. അതായത് പ്രോസസ്സിന്റെ പേര്, സോളിഡ് ടു ലിക്വിഡ്. എ എന്ന് പറഞ്ഞാൽ എന്തോ സോളിഡ് ലിക്വിഡ് ആവുന്ന എന്താന്ന് എഴുതുക. ബി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗ്യാസ് എന്താന്ന് എഴുതുക. ഇനി ലിക്വിഡ് തിരിച്ച് സോളിഡ് ആവുന്നതാണ് ഡി എഴുതേണ്ടത്. ഗ്യാസ് ലിക്വിഡ് ആവുന്നതാണ് സി എഴുതേണ്ടത്. ഇനി സോളിഡ് ഡയറക്ട്ലി ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആവുന്നതാണ് ഇ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ, ജസ്റ്റ് അത് ഇതും കൂടെ ബുക്കിനകത്തോട്ട് എഴുതണം. ബാക്കി നമ്മൾ സബ്ലിമേഷനെ പറ്റിയൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. താങ്ക് യു. നോട്ട്സ് എല്ലാവരും ഇത് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം കേട്ടോ.